ലഹരി ഉപയോഗിക്കുന്നവരെ കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു നിർവാഹവുമില്ല എന്ന് പറയുന്ന ഒരു സ്വകാര്യ ബസ് ഡ്രൈവർ തന്നെയാണ്. നിഖിൽ പ്രമേഷാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. നിഖിൽ തുടരുന്നുണ്ട്. നിഖിൽ, ഇതിൽ ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മളുടെ മന്ത്രി തന്നെ നമ്മളോട് പറഞ്ഞതാണ്. ഒരിക്കൽ നമ്മൾ ഈ സ്വകാര്യ ബസ്സിന്റെ മത്സരയോട്ടവുമായി ബന്ധപ്പെട്ടൊരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ മന്ത്രി കൃത്യമായി വിഷയത്തിൽ നിലപാട് പറഞ്ഞതാണ്. നടപടി ഉണ്ടാകും, പരിശോധനകൾ കർക്കശമാക്കും, ഒരു തരത്തിലും ഇങ്ങനെ ലഹരി ഉപയോഗിച്ചുകൊണ്ട് ബസ് ഡ്രൈവർമാർ വണ്ടി ഓടിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത്തരം പരിശോധനകളൊക്കെ നടക്കുന്നില്ല എന്നാണോ? നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു സന്ദേശം ഒരു ഡ്രൈവർ തന്നെ ഇട്ടു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് എന്താണ്? തീർച്ചയായിട്ടും അനുജ, ഈ പരിശോധനകൾ കേവലം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലേക്ക് മാത്രമായി ചുരുങ്ങുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും ഈ ഓഡിയോ സന്ദേശവുമായി ബന്ധപ്പെട്ട് ഞാൻ അസിസ്റ്റന്റ് കമ്മീഷണർ എ ഉമേഷുമായി സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് ഒരു സ്പെഷ്യൽ ഡ്രൈവ്, അതായത് പോലീസും എക്സൈസുമായി ചേർന്നുകൊണ്ട് ഒരു സ്പെഷ്യൽ ഡ്രൈവ് നടത്താൻ തയ്യാറാണ്, അത് നടക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഓഡിയോ സന്ദേശത്തെ വളരെ ഗൗരവകരമായി കാണുമെന്നും ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ, ഡ്രൈവർമാരുണ്ടെങ്കിൽ ഉറപ്പായും അവരെ വാഹനം ഓടിക്കാൻ അനുവദിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇതിലൊരു സംയുക്ത ഇടപെടലാണ് അനിവാര്യമാകുന്നതും. അതായത് എക്സൈസിൻ്റെയും പോലീസിൻ്റെയും മോട്ടോർ വാഹന വകുപ്പിൻ്റെയും ഒക്കെ ഒരു സംയുക്തമായിട്ടുള്ള ഇടപെടലാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടത്. നിരത്തുകളിൽ ഇനി ജീവനുകൾ പൊലിയാൻ പാടില്ല. ഇത്തരത്തിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് നിരത്തിലിറങ്ങാൻ തന്നെ പാടില്ല. അപ്പോൾ പിന്നെ ഇത്ര ആളുകളുടെ ജീവനും കൊണ്ടുപോകുന്ന ഒരു ബസ് ജീവനക്കാർ എന്ന് പറയുമ്പോൾ അത് വളരെ അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്, നമ്മെ പേടിപ്പെടുത്തുന്നതാണ്. അപ്പോഴും നമ്മളൊരു കാര്യം പറയട്ടെ, പേടിപ്പെടുത്തുന്ന ഒരുപാട് ദൃശ്യങ്ങൾ നമ്മൾ കണ്ട് മടുത്തു എന്നാണ്, ഞെട്ടലില്ലാതെ ആയി മാറി. കാര്യം അത്രത്തോളം റോഡിൽ ബൈക്ക് യാത്രയാകട്ടെ, നടന്നു പോകുന്നവരാകട്ടെ, ഒരു മര്യാദയില്ലാതെ ഒരുപക്ഷെ മനഃപൂർവ്വം എന്ന് തോന്നിക്കുന്ന രീതിയിൽ ഇടിച്ചിടുന്ന എത്ര CCTV ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.